ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യയിൽ നമുക്ക് കണ്ടതാണ് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ആശ്വാസത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇന്നലെ നടന്ന ഒരു നിർണായകമായ ഒരു ടെലിഫോൺ സംഭാഷണം, US-ഉം ഇസ്രായേലും സംയുക്തമായിട്ട് വീണ്ടും ഇറാനെതിരെ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ രണ്ടാം ഘട്ട യുദ്ധം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അല്ലേ? ഇറാനെതിരെ ഈ നടത്തുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇനിയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പശ്ചിമേഷ്യ അടക്കം നമ്മൾ ഉൾപ്പെടെയുണ്ട് ഇതിൽ കടക്കുമെന്നതിന് സൂചനകൾ തന്നെയല്ലേ ഇത്? രണ്ടാം ഘട്ട യുദ്ധത്തിലേക്ക് തന്നെയാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത് എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത്. അത് മാത്രമല്ല, പൂർണ്ണമായ അർത്ഥത്തിൽ വെടിനിർത്തൽ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം സൗദി അറേബ്യക്ക് നേരെയും UAEക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിനർത്ഥം ഹോർമൂസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി അത് പരിഹരിക്കാൻ നിലവിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ചർച്ചാ സന്നദ്ധത കൊണ്ട് കാര്യമായി ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അർത്ഥം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചകളും അത് പരിസമാപ്തി കണ്ടില്ല. പക്ഷേ കൂടുതൽ ഡിമാൻഡുകൾ വരികയാണ് രണ്ട് ഭാഗത്തു നിന്നും. ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന 9 നിർദ്ദേശം, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന 14 നിർദ്ദേശം, ഇത് രണ്ടും ഒരു രീതിയിലും കൂട്ടിമുട്ടാത്ത അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ കീറാമുട്ടിയായിരിക്കുന്ന വിഷയം, ഇറാൻ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ്. ഹോർമൂസ് വഴി കടന്നു പോകുന്ന കപ്പലുകളുടെ ചുങ്കം ഈടാക്കാനുള്ള അനുവാദവും അതുപോലെ വാർ റിപ്പറേഷനുള്ള നഷ്ടപരിഹാരവും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു എന്ന കാരണത്താൽ അവരിൽ നിന്നും നഷ്ടപരിഹാരം അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക. അതേപോലെ തന്നെ ഇറാന്റെ ആണവ പദ്ധതി, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 450ഓളം കിലോഗ്രാം, അത് പൂർണ്ണമായും അമേരിക്കയ്ക്ക് കൈമാറണം എന്ന നിബന്ധനയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചും ധാരണകളൊന്നും തന്നെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഹോർമൂസ് തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഭാഗത്തു നിന്ന് വരുന്ന ചില നീക്കങ്ങൾ, അത് ബലം പ്രയോഗിച്ചു തന്നെ കപ്പലുകളുടെ സഹായത്തോടു കൂടി തന്നെ ഹോർമൂസ് ഗതാഗത യോഗ്യമാക്കാനുള്ള ആ സന്നാഹങ്ങൾ പോലും ഇറാൻ അതിനെ പോലും അനുകൂലിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ട്രംപിന്റെ ചൈന സന്ദർശനവും അത്ര പ്രതീക്ഷയല്ല ഉയർത്തുന്നത്. ഇറാന് വേണ്ടി സംസാരിക്കാൻ നിലവിലുള്ളത് ചൈന മാത്രമാണ്, ചൈനയോ റഷ്യയോ ഒക്കെ തന്നെയാണ്. അപ്പൊ ചൈനയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതി ഒരുപക്ഷെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ചൈന പറയുന്നുണ്ട്. എങ്കിലും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് ധാരണയിലെത്താൻ ചൈനയ്ക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹോർമൂസ് തുറക്കണം എന്ന കാര്യത്തിൽ ഏകദേശം അന്താരാഷ്ട്ര ധാരണയുണ്ട്. അത് ഒരുപാട് കണ്ടീഷൻസ് കൂടി ചേർത്തുകൊണ്ട് മാത്രമേ അതിനെ വായിച്ചെടുക്കാനാവൂ. ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇരുപക്ഷത്തിനും സ്വീകാര്യമാകാത്ത കണ്ടീഷൻസ് ആണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ടൈം ഈസ് ടിക്കിംഗ് എവേ, അതായത് ക്ലോക്ക് ടിക്ക് ചെയ്യുകയാണ്. ഏത് നിമിഷവും ആക്രമണം സംഭവിക്കാം എന്ന രീതിയിൽ ട്രംപ് സംസാരിക്കുന്നു. അത് മാത്രമല്ല, സേനാ വിഭാഗങ്ങൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏത് സമയത്തും ഈ ആക്രമണം, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി രണ്ടാം ഘട്ടം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നന്ദിയുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസാണ് നമ്മോട് സംസാരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.